മുഖ്യധാരാ മാധ്യമങ്ങളിലൊക്കെ എപ്പോഴും വരുന്ന ഒരു പ്രധാന ചർച്ചയ്ക്കുള്ള ഒരു സബ്ജക്റ്റാണ് മോദിയുടെ വിദേശയാത്ര. എപ്പോഴും ഇവിടെ കണ്ണടച്ചുറങ്ങുന്നതിന് മുമ്പേ മോഡി എപ്പോഴും വിദേശത്തേക്ക് യാത്ര പോകുന്നു. എന്താണ് ഇതിൻ്റെ ഉദ്ദേശം? പ്രധാനമന്ത്രി ആയതുകൊണ്ട് ഇഷ്ടംപോലെ പണമുണ്ട്, അതുകൊണ്ട് ആ രാജ്യത്തിൻ്റെ പണം മുഴുവൻ അദ്ദേഹത്തിൻ്റെ വിദേശയാത്രയ്ക്കും അദ്ദേഹത്തിൻ്റെ സ്വകാര്യമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുകയാണ് എന്ന് വിമർശകർ പറയുന്നു. പക്ഷേ പ്രതിപക്ഷം എപ്പോഴും ആവർത്തിച്ച് പരാതി ഉയർത്തുന്ന ഒരു സബ്ജക്റ്റാണ് ഈ മോദിയുടെ വിദേശയാത്രയെക്കുറിച്ച്. അപ്പം എന്താണ് ഈ വിദേശയാത്ര കൊണ്ട് മോദി അർത്ഥമാക്കുന്നത്? 2014 പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി അധികാരമേൽക്കുന്നത്. അത് കഴിഞ്ഞ് ഇന്ത്യക്കുണ്ടായിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് എന്തൊക്കെയാണ് ഈ ഒരു സമയത്ത്, ഈ 2014 മുതൽ 2026 വരെ ഇന്ത്യയിലുണ്ടായ ഏറ്റവും വലിയ നേട്ടം എന്തായിരുന്നു? ഇപ്പം ഈ CJPയുടെ പ്രതിഷേധം വന്നല്ലോ വിദ്യാഭ്യാസ മേഖലയിൽ. അപ്പം വിദ്യാഭ്യാസ മേഖലയിൽ തന്നെ എത്രമാത്രം മാറ്റങ്ങളാണ് വന്നത്, എത്രമാത്രം കോളേജുകൾ വന്നു, എത്രമാത്രം മെഡിക്കൽ സീറ്റുകൾ വന്നു, അങ്ങനെ ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് പ്രതിരോധ മേഖലയിൽ ഇന്ത്യക്കുണ്ടായ നേട്ടങ്ങൾ. അപ്പം അതിനെക്കുറിച്ച് ഒരു ചെറിയ ഒരു വിവരണമാണ്. കാരണം 2014 ഒരു മേക്ക് ഇൻ ഇന്ത്യ ക്യാമ്പയിനുമായിട്ട് ഒരു ആഗോള പിന്തുണയ്ക്ക് വേണ്ടി നരേന്ദ്രമോദി വിദേശത്തേക്ക് പോകുന്നത്. അങ്ങനെ ആദ്യം നരേന്ദ്രമോദി സാർക്ക് രാജ്യങ്ങളുടെ നേതാക്കളുമായിട്ട് സത്യപ്രതിജ്ഞയ്ക്ക് ക്ഷണിക്കുകയും ഭൂട്ടാൻ, നേപ്പാൾ, ജപ്പാൻ, അമേരിക്ക, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം സന്ദർശിക്കുകയും ചെയ്തു. കൂടാതെ ജപ്പാനിൽ നിന്നൊരു ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിക്ക് ഒരു സഹകരണവും മോഡിക്ക് കിട്ടിയിരുന്നു. അത് കഴിഞ്ഞ് അന്ന് വരെ 2014 വരെ ഇന്ത്യയുടെ പ്രതിരോധ മേഖലയൊക്കെ വളരെ ദയനീയമായിരുന്നു. നമുക്കറിയാം കാര്യം, ഇന്ത്യ എത്രയോ അധികം ഒരു 80% ആയുധങ്ങളും ഇന്ത്യ ഇറക്കുമതി ചെയ്യുകയായിരുന്നു. മറ്റു പല രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യ ഇറക്കുമതി ചെയ്യുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ സാമ്പത്തിക രംഗം വളരെ ശോഷിച്ചതായിരുന്നു താനും. പക്ഷേ പിന്നീട് അങ്ങോട്ട് മോദി അധികാരത്തിൽ എത്തിയപ്പോഴാണ് മേക്ക് ഇൻ ഇന്ത്യ എന്നൊരു പദ്ധതി, ഒരു ക്യാമ്പയിൻ സംഘടിപ്പിച്ചതും അതിനനുസരിച്ചിട്ട് ഇന്ത്യക്ക് ഓരോ നേട്ടങ്ങൾ പടിപടിയായി ഉയർന്നു വരുന്നതും. അതിന് തന്നെ മെയിൻ കാര്യമാണ്, പ്രധാന നേട്ടങ്ങൾ എന്ന് പറയുന്നത് ഫ്രാൻസും ആയിട്ട് ഒരു റഫാൽ യുദ്ധവിമാന കരാറിന് വഴിയൊരുങ്ങുകയും UAE ആയിട്ടുള്ള ബന്ധം പുതിയ തലത്തിലേക്ക് എത്തുകയും UPI പേയ്മെൻറ്റ് സംവിധാനങ്ങൾ നിലവിൽ വരികയും പിന്നീട് ലീമോയ് കരാർ എന്ന് പറഞ്ഞാൽ ലോജിസ്റ്റിക് എക്സ്ചേഞ്ച് മെമ്മോറാണ്ടം ഓഫ് എഗ്രിമെൻ്റ് എന്നാണ് ലീമോയ് കരാർ എന്ന് പറയുന്നത്. അതായത് ഇന്ത്യൻ സൈന്യത്തിനും, അത് അമേരിക്കയായിട്ടുള്ള ഒരു കരാറായിരുന്നു, ബറാക്ക് ഒബാമ അധികാരത്തിൽ ഇരുന്ന സമയമായിരുന്നു. അപ്പം ഇന്ത്യൻ സൈന്യത്തിനും അമേരിക്കൻ സൈന്യത്തിനും അവരവരുടേതായിട്ടുള്ള സൈനിക താവളങ്ങൾ പരസ്പരം ഉപയോഗിക്കാം, എന്നിട്ട് അവിടെ അറ്റകുറ്റപ്പണികൾ, ആയുധങ്ങളുടെയും ലോജിസ്റ്റിക് സംവിധാനങ്ങളുടെയും ഒക്കെ കാര്യങ്ങൾക്ക് പരസ്പരം സഹായിക്കാം എന്നുള്ളൊരു ധാരണയായിരുന്നു ലീമോയ് കരാറിലൂടെ ഈ ഇന്ത്യ നേടിയത്. ഇതും മോഡി വിദേശയാത്ര നടത്തിയത് കൊണ്ട് തന്നെ വന്ന നേട്ടങ്ങളായിരുന്നു. അന്നും അമേരിക്ക, മെക്സിക്കോ, അഫ്ഗാനിസ്ഥാൻ, ഖത്തർ, സൗദി തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ മോഡി പോയിരുന്നു. അപ്പോൾ ഈ മോഡി പോകുന്ന ഓരോ യാത്രയും ഓരോ ഉദ്ദേശം വെച്ചിട്ട്, ഓരോ ലക്ഷ്യം വെച്ചിട്ടുള്ള യാത്രകളായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതേപോലെ ഇസ്രയേലുമായിട്ടുള്ള 2017 ഒരു ചരിത്ര സന്ദർശനം തന്നെ നടത്തിയത്. കാർഷിക സാങ്കേതിക വിദ്യ ഡെവലപ്പ് ചെയ്തു, ഡ്രോൺ സാങ്കേതിക വിദ്യ ഇന്ത്യ ഡെവലപ്പ് ചെയ്തെടുത്തു, പ്രതിരോധ മേഖലയിൽ ഒരു സഹകരണം കിട്ടി, ഇന്ത്യ ഇസ്രയേൽ ബന്ധം ഒരു പുതിയ തലത്തിലേക്ക് എത്തുകയും ചെയ്തതും 2017 സമയങ്ങളിലാണ്. പിന്നീട് ഇൻഡോ പസഫിക്, സിംഗപ്പൂർ, ഇന്തോനേഷ്യ, റഷ്യ, ജപ്പാൻ, അതുപോലെ റഷ്യയായിട്ട് പണ്ടേ മുതൽ ഇന്ത്യ ഒരു പങ്കാളിയായിരുന്നു. എങ്കിൽ പോലും റഷ്യയായിട്ടാണ് ബ്രഹ്മോസ് മിസൈലുകളും ഒക്കെ ഡെവലപ്പ് ചെയ്തെടുത്തു. അതിന് ഇന്ത്യയുടേതായിട്ടുള്ള സോഴ്സ് കോഡ് ഉപയോഗിച്ച് അതിൻ്റെ വേറൊരു തലത്തിലേക്ക് അതിനെ എത്തിക്കുകയും പ്രതിരോധ മേഖലയിൽ ഒരുപാട് വിദഗ്ധരായ ശാസ്ത്രജ്ഞരെ കൊണ്ടുവരികയും എഞ്ചിനീയർമാരും എത്തിക്കുകയും അങ്ങനെ സ്റ്റാർട്ടപ്പ് കമ്പനികൾക്ക് പ്രചോദനം നൽകുകയും ഒക്കെ ചെയ്തത് ആ ഒരു സമയങ്ങളിലായിരുന്നു. അതോടുകൂടിയാണ് ഈ മിസൈലുകൾ നിർമ്മിക്കാനും ഡ്രോൺ നിർമ്മിക്കാനും ഒക്കെ ഇന്ത്യ സ്വയം പര്യാപ്തത നേടുന്നത് തന്നെ. പിന്നീട് അത് കഴിഞ്ഞിട്ട് റഷ്യയിൽ നിന്നും S-400 വ്യോമ പ്രതിരോധ സംവിധാനമൊക്കെ വാങ്ങാൻ കരാറാവുകയായിരുന്നു. പിന്നെ അങ്ങോട്ട് ആർട്ടിക്കിൾ 370 റദ്ദാക്കിയ ശേഷം അന്താരാഷ്ട്ര പിന്തുണ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് 2019 മോദി സർക്കാർ പോവുകയും ചെയ്തു. ഇതിൽ ഞാൻ മുമ്പ് പറഞ്ഞ ബ്രഹ്മോസ് മിസൈലുകൾ അത്ര മുമ്പല്ല ഡെവലപ്പ് ചെയ്തത്, അത് കഴിഞ്ഞിട്ടായിരുന്നു, അതിൻ്റെ ഇയർ അതല്ല. 2020 കോവിഡ് കാലം വരുന്നു. കോവിഡ് കാലം വരുന്നതോടെ വിദേശയാത്രകളൊക്കെ കുറയുന്നു. മോഡി ഈ വാക്സിൻ മൈത്രി എന്ന് പറഞ്ഞ ഒരു ക്യാമ്പയിന് രൂപം കൊടുക്കുകയും ലോകത്ത് കോവിഡ് വാക്സിൻ വിതരണം ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇന്ത്യയുടെ തന്നെ ഒരു സോഫ്റ്റ് പവർ വർദ്ധിക്കുകയായിരുന്നു ചെയ്തത്. മെഡിക്കൽ രംഗത്ത് ഇന്ത്യയുടെ നേട്ടങ്ങളായിരുന്നു ആ സമയത്തൊക്കെ പറയുന്നത്. പിന്നെ ഇന്ത്യയും അമേരിക്ക, ജപ്പാൻ, ഓസ്ട്രേലിയ ആയിട്ടുള്ള ജനാധിപത്യ രാജ്യങ്ങളുമായിട്ട് ഒരു ക്വാഡ് ഉച്ചകോടി നടന്നു. അതിൽ നിന്നാണ് സാമ്പത്തിക സഹകരണം, അതേപോലെ ഈ സെമി കണ്ടക്ടർ ചർച്ചകൾ
നടന്നു. സപ്ലൈ ചെയിൻ റെസിലൻസ്, ചൈനയുമായിട്ടുള്ളൊരു ബദൽ നിർമ്മാണ കേന്ദ്രത്തിനൊക്കെ ഇന്ത്യ അവതരിപ്പിക്കാൻ തുടങ്ങി. അപ്പം എല്ലാ തരത്തിലും എല്ലാ മേഖലകളിലും ഇന്ത്യയുടേതായിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ്സ്, ഇപ്പം നമ്മൾ പറയില്ലേ വിദ്യാഭ്യാസ മേഖലയിൽ മാത്രം ഡെവലപ്മെൻറ്റ്, അതല്ല. വിദ്യാഭ്യാസ മേഖലയിലും പ്രതിരോധ മേഖലയിലും ബാക്കി ഇന്ത്യയിലെ കർഷകരുടെ മേഖലയിലും, അതല്ലാതെ ഇന്ത്യയുടെ വ്യവസായങ്ങളുടെ ഭാഗത്തും എല്ലാ തരത്തിലും എല്ലാ മുക്കും മൂലയിലും മോദിയുടെ കണ്ണുണ്ടായിരുന്നു. അവിടെ ഏത് ഒരു മേഖലയിലും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് വിദേശ രാജ്യങ്ങളുമായി സഹകരിക്കുകയും അവിടെ നിന്നുള്ള സംഭവങ്ങളെ ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ മോദി ആവുന്നത്ര പരിശ്രമിക്കുകയും ചെയ്തു. അതിനുവേണ്ടി തന്നെയായിരുന്നു ഈ വിദേശ യാത്രകളൊക്കെ മോഡി നടത്തിയിരുന്നത്. പക്ഷെ ഒന്നും അറിയാത്തവർ എന്തൊക്കെയോ വിമർശകർ പറയുന്ന പോലെ തന്നെ മോഡി ചുമ്മാ സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടി വിദേശയാത്ര നടത്തുന്നു എന്നൊന്നും പറയുന്നത് ഒട്ടും അതിനകത്തൊരു കാമ്പില്ലാത്ത, വെറുതെ ചർച്ചയ്ക്ക് പറ്റിയൊരു സബ്ജക്റ്റ് എന്ന് മാത്രം എടുത്തിടാം എന്നല്ലാതെ നമുക്കതിനകത്തൊരു കഴമ്പുമില്ല. അതേപോലെ നമ്മളിപ്പം ഈ പുതിയൊരു DRDO വികസിപ്പിച്ചെടുത്ത അസ്ട്ര മിസൈലുകളും അതിനൊപ്പം തന്നെയാണ്, അതിന് തൊട്ട് മുമ്പാണ് നമുക്കറിയാമല്ലോ പഹൽഗാം അറ്റാക്ക് കഴിഞ്ഞതിന് ഓപ്പറേഷൻ സിന്ദൂറിനൊക്കെ നമ്മൾ ബ്രഹ്മോസ് മിസൈൽ നമ്മൾ റഷ്യയുമായിട്ട് ഡെവലപ്പ് ചെയ്തിട്ട് നമ്മുടെ സോഴ്സ് കോഡ് ഉപയോഗിച്ചെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിനൊപ്പം തന്നെയാണ് അസ്ട്ര മിസൈലും ഡെവലപ്പ് ചെയ്തെടുത്തു. ഇന്ത്യയുടേതായിട്ടുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് തന്നെയായിരുന്നു. പിന്നെ ഇന്ത്യക്ക് സാമ്പത്തികമായിട്ട് പങ്കാളികളായി ജർമ്മനി, ഡെൻമാർക്ക്, ഫ്രാൻസ്, UAE ഒക്കെ ആയിട്ടും ഇന്ത്യ ഒരു കരാറുണ്ടായിരുന്നു. പിന്നെ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് G20 ആണ്. G20 ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളായ 19 രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും ഇപ്പോൾ ആഫ്രിക്കൻ യൂണിയനും കൂടി ഉൾപ്പെടുന്ന ഒരു അന്തർദേശീയ കൂട്ടായ്മ രൂപവൽക്കരിച്ചതിൽ ഏറ്റവും പ്രധാനി മോഡി തന്നെയായിരുന്നു. അത് ഒരുപാട് ഇത്രയും രാജ്യങ്ങളുമായിട്ടുള്ളൊരു സഹകരണവും എല്ലാ തരത്തിലും ഇന്ത്യക്ക് അതൊരു നേട്ടം തന്നെയായിരുന്നു എന്ന് തന്നെ പറയാം. അതേപോലെ ഈ ജപ്പാൻ പ്രധാനമന്ത്രി ഈയിടെ വന്ന ടക്കായിച്ചി എന്ന് പറയുന്നത് ജപ്പാൻ പ്രധാനമന്ത്രി ഇന്ത്യയിൽ 16ാമത് ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടി നടന്നു. ഇന്ത്യയിൽ വെച്ചിട്ട് തന്നെയായിരുന്നു അത് നടന്നത്. സെമി കണ്ടക്ടറുകൾ, ക്രിട്ടിക്കൽ മിനറൽസ്, AI, സപ്ലൈ ചെയിൻ, സമുദ്ര സുരക്ഷ, ഇതിനെക്കുറിച്ചൊക്കെ ചർച്ചകൾ നടക്കുകയും ഇതിലൊക്കെ ഒരു കരാർ രൂപവൽക്കരിക്കുകയും ഇന്ത്യക്ക് സാങ്കേതികമായിട്ട് തന്നെ ഒരുപാട് സഹായങ്ങൾ ജപ്പാൻ പ്രൊവൈഡ് ചെയ്യാമെന്ന ഒരു കരാറിലായിരുന്നു ഒപ്പുവെച്ചത്. പക്ഷെ അതും ഇന്ത്യക്ക് നേട്ടങ്ങളാണ്. അപ്പം ഇതിനകത്ത് ഓരോ പടിപടിയായിട്ടുള്ള ഓരോ ഉയർച്ചയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇന്ത്യ ഇപ്പം ലോകശക്തികളായ രാജ്യങ്ങളായ അമേരിക്കയുടെ ഒക്കെ കിടപിടിക്കാൻ തക്ക വിധം ഇന്ത്യ ഡെവലപ്ഡ് ആയിട്ടുണ്ടെന്നുള്ളത് തന്നെ. ഇതെല്ലാം പെട്ടെന്ന് ഒരു ദിവസം ഉണ്ടാക്കിയതല്ല. 2014 മോദി അധികാരത്തിൽ വരുമ്പം ഇന്ത്യയുടെ അവസ്ഥ വളരെ ശോചനീയമായിരുന്നു. എന്ന് വെച്ചാൽ ജനങ്ങൾക്ക് പാർപ്പിടവും വസ്ത്രവും അതേപോലെ വിദ്യാഭ്യാസവും മാത്രം വളരെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇന്ത്യയിൽ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് ഒരു വാസ്റ്റ് ഡെവലപ്മെൻറ്റ് ഇന്ത്യയിൽ ഉണ്ടായത് എന്ന് തന്നെ പറയാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടാണ് ഇന്ത്യ ഇപ്പം ഏഷ്യൻ രാജ്യങ്ങളുമായിട്ടുള്ള ഒരു സഹകരണത്തിന് വേണ്ടിയാണ് മോഡി ഈയിടെ ഇന്തോനേഷ്യ, ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ ആയിട്ടുള്ള സന്ദർശനം നടത്തിയതും അതിനെക്കുറിച്ചിട്ട് അതേപോലെ ഇന്തോനേഷ്യയായിട്ടും ഈ ബ്രഹ്മോസ് മിസൈലുകളുടെ ഒരു ധാരണ വരികയും ഇന്തോനേഷ്യയ്ക്കും അതുപോലെ ഫിലിപ്പീൻസ് രാജ്യങ്ങൾക്കൊക്കെ ബ്രഹ്മോസ് മിസൈൽ കൊടുക്കാം, അങ്ങനത്തെ ഒക്കെ ഉള്ള കാര്യങ്ങളിൽ ഒക്കെ ചർച്ചകൾ നടക്കുക. ഇപ്പം ഇന്ത്യയുടെ ഇപ്പം മോഡി ഓരോ രാജ്യങ്ങളിൽ പോകുന്നത് ഓരോ ഉദ്ദേശം തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട്. അത് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് പോകുന്നത്. അതേപോലെ ആഫ്രിക്കൻ യൂണിയനിലും പിന്നെ ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങളുടെ ശബ്ദമായിട്ട് ഇന്ത്യയെ ഉയർത്തി കാണിക്കുന്ന വിദേശ നിക്ഷേപം അത് ഏറ്റവും വലിയ കാര്യമായിരുന്നു. അതായിരുന്നു FDI എന്നാണ് അതിന് FDI എന്ന് പറയുമ്പം ഒരു വിദേശ കമ്പനിയോ വിദേശ നിക്ഷേപങ്ങളോ ഇന്ത്യയിൽ ഉണ്ടാക്കുക. അതാണ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ആപ്പിൾ, നമ്മളെ ഫോക്സ്കോൺ, മൈക്രോൺ തുടങ്ങിയ കമ്പനികളൊക്കെ, ആഗോള കമ്പനികൾ ഇന്ത്യയിൽ നിക്ഷേപം നടത്താൻ തുടങ്ങുന്നു. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യക്ക് ഓരോ മേഖലയിലും നേട്ടങ്ങൾ ഇന്ത്യക്ക് വന്നു തുടങ്ങിയത് മോഡി അധികാരത്തിൽ വന്നതിന് ശേഷമാണ്. അതല്ലാതെ മോദി ഇന്ത്യയിൽ തന്നെ വെറുതെ ഒരു പ്രധാനമന്ത്രിയായിട്ടിരിക്കുകയും ഇന്ത്യയുടെ കാര്യങ്ങൾ മാത്രം നോക്കി ഇന്ത്യയിലെ ജനങ്ങളുടെ കാര്യം മാത്രം നോക്കി ഇരുന്ന് കഴിഞ്ഞാൽ ഈ പറയുന്ന ഡെവലപ്മെൻറ്റ്സ് ഇന്ത്യയിൽ അല്ലെങ്കിൽ വികസനം ഇന്ത്യയിൽ ഉണ്ടാവില്ല. വികസനം ഇന്ത്യയിൽ ഉണ്ടാവണമെങ്കിൽ മറ്റ് ലോക രാജ്യങ്ങളുമായി സഹകരിക്കണം. അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ
വാങ്ങിയെടുക്കാനുള്ള ഒരു മിടുക്കും കൂടെ വേണം. അതെല്ലാം നരേന്ദ്രമോദിക്ക് മാത്രമേ ഉള്ളൂ എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഇതൊരു പാർട്ടിയെ ഉദ്ദേശിച്ചോ അതല്ലെങ്കിൽ അല്ല, ഇതെല്ലാം നമുക്ക് നമ്മുടെ നേരിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ ഇയറിലും മോഡി ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ ഡെവലപ്മെൻറ്റ്സ് ആണ് ഇന്ത്യയിൽ വരുത്തിയത്, എന്തൊക്കെയാണ് ഇന്ത്യയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തത്. ഇപ്പം നോക്കുമ്പോൾ നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഇന്ത്യയുടെ ഇത് കാര്യം നോക്കുമ്പോൾ, ഇന്ത്യ പണ്ട് 80% ആയുധങ്ങൾ ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്ന ഇന്ത്യ ഇപ്പോൾ എത്രയോ % ആയുധങ്ങളാണ് ഇന്ത്യ കയറ്റുമതി ചെയ്യുന്നതെന്ന് ആലോചിക്കണം. അപ്പം ഇന്ത്യക്ക് ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്ന ഇന്ത്യ, ആയുധങ്ങൾ മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു ക്യാമ്പയിൻ പ്രകാരം ഇന്ത്യയിൽ ആയുധങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതുപോലെ അത് വിദ്യാഭ്യാസ മേഖലയെ നമ്മൾ പരിശോധിച്ച് കഴിയുമ്പോൾ ഇഷ്ടംപോലെ കോളേജുകളും യൂണിവേഴ്സിറ്റീസും ഗവേഷണ സ്ഥാപനങ്ങളും അതേപോലെ ലോക റാങ്കിങ്ങിൽ തന്നെ, വേൾഡ് റാങ്കിങ്ങിൽ തന്നെ ഏറ്റവും നല്ല ലെവലിലേക്ക് നമ്മുടെ യൂണിവേഴ്സിറ്റികൾ ഉയരാൻ തുടങ്ങിയിരിക്കുന്നു. ഫിനാൻഷ്യലായിട്ടുള്ള കാര്യം നോക്കുമ്പോൾ ഇന്ത്യക്കിപ്പം പണമുണ്ട്. കാര്യം പണ്ട് നമ്മൾ തീരെ ദരിദ്ര രാഷ്ട്രങ്ങളുടെ ലിസ്റ്റിൽ ഇന്ത്യയുടെ പേരുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അതല്ല. ഇന്ന് ഏറ്റവും നല്ല ഒരു വികസിത രാജ്യങ്ങളുടെ ലിസ്റ്റിൽ തന്നെ ഇന്ത്യയുടെ പേര് വന്നിരിക്കുകയാണ്. ഇനിയും വരാൻ പോകുന്ന കാലഘട്ടങ്ങളിൽ മുന്നോട്ട് പോകുമ്പോഴും ഇന്ത്യ ഏറ്റവും പീക്ക് ലെവലിലേക്ക് ഇന്ത്യയുടെ വികസനം ഉയർന്ന് വരാൻ പോവുകയാണ്. അപ്പം ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് നമുക്കൊരു സബ്ജക്റ്റ്, ഇപ്പം മോദി വിദേശയാത്ര നടത്തുന്നത് മുഴുവൻ മോദിയുടെ സ്വകാര്യ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, മോദി ഉല്ലാസയാത്രയാണ് പോകുന്നതെന്നുള്ള ഈ ഒരു സബ്ജക്റ്റ് സാധാരണ ചാനലുകളിലൊക്കെ നമുക്ക് ചർച്ചയ്ക്കെടുക്കുന്ന സബ്ജക്റ്റാണ്. വെറുതെ നമ്മൾ തർക്കിക്കാന്നല്ലാതെ യാഥാർത്ഥ്യം ഇത് തന്നെയാണെന്ന് പറയേണ്ടി വരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.